വെൽക്കം ബാക്ക് ടു യുണൈറ്റഡ് സെൻട്രൽ. യുണൈറ്റഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലേറ്റസ്റ്റ് ട്രാൻസ്ഫർ ന്യൂസുകളെ കുറിച്ചൊക്കെ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്പർ 1 പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിയാം ഡിലാപ്പിനെ കുറിച്ചിട്ടാണ്. ഡിലാപ്പ് ടു യുണൈറ്റഡ് ഇപ്സ്വിച്ച് ആയിട്ട് ഒരു എഗ്രിമെൻ്റ് ഒക്കെ ആയി എന്നുള്ള തരത്തിൽ ESPN റോബ് ഡൗസൺ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത്ര റിലയബിൾ ആയിട്ടുള്ള ജേർണലിസ്റ്റ് അല്ല, പക്ഷേ പൊതുവെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ജേർണലിസ്റ്റുകൾ ലോറി വിറ്റ്വെൽ ആയാലും മോൺസ്റ്റീനൊക്കെ ആണെങ്കിലും യുണൈറ്റഡിൻ്റെ പ്രയോറിറ്റി സൈനിങ് ആയിട്ട് കാണുന്നത്, അല്ലെങ്കിൽ സ്ട്രൈക്കറിൻ്റെ മെയിൻ ടാർഗറ്റായിട്ട് കാണുന്നത് ഡിലാപ്പ എന്നുള്ള കാര്യം തന്നെയാണ് മാസങ്ങളായിട്ട് പറയുന്നത്. ഇപ്പോൾ ഈ നോൺ ഇംഗ്ലീഷ് ജേർണലിസ്റ്റുകളാണ് കൂടുതലും പുറത്തുള്ള പ്ലേയേഴ്സൊക്കെ ആയിട്ട് ലിങ്ക് ചെയ്യുന്നത്. ഗോയ്ക്കർസും അതുപോലെ തന്നെ ഓഷിമനൊക്കെ ആയിട്ട് ലിങ്ക് ചെയ്യുന്നത് റൊമാനോനെ പോലുള്ള ആൾക്കാരാണ്. പക്ഷേ ബാക്കിയുള്ള ആൾക്കാരൊക്കെ പ്രധാനമായിട്ടും പറയുന്നത് ഡിലാപ്പിൻ്റെ കാര്യം തന്നെയാണ്. അപ്പോൾ അതിനെപ്പറ്റി പറയുന്ന കേസ് വേറൊന്നുമല്ല, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. മാൻ സിറ്റിയിൽ നിന്നും അല്ലെങ്കിൽ മാൻ സിറ്റിയിൽ അക്കാഡമിയിൽ ഉണ്ടായിരുന്നതാണ് ഡിലാപ്പ്. അപ്പോൾ അവിടെ വെച്ച് തന്നെ നമ്മുടെ തലപ്പത്തിരിക്കുന്ന ജെയ്സൺ വിൽകോക്സിന് അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് പുള്ളി ഈ ഒരു ഡീലിന് വേണ്ടി നാളുകളായിട്ട് പേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു വാർത്ത വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെൽസി യുണൈറ്റഡിനെ ഓവർടേക്ക് ചെയ്തു എന്നുള്ള തരത്തിൽ ഇന്നലെ ക്രിസ് വീലറൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായി. പുള്ളിക്കാരനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ റിലയബിൾ ആയിട്ടുള്ള ജേർണലിസ്റ്റ് അല്ല. അപ്പോൾ എന്തായാലും ഈ ഒരു കേസിലേക്ക് വന്നു കഴിയുമ്പോൾ 4 ക്ലബ്ബുകൾക്ക് ഡിലാപ്പിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. ഒന്ന് യുണൈറ്റഡ്, ചെൽസി, ന്യൂക്യാസിൽ, അതുപോലെ തന്നെ എവർട്ടൺ. 4 ക്ലബ്ബുകളും അവരുടെ പ്രൊജക്റ്റ് ഡിലാപ്പിന് മുന്നിലേക്ക് വച്ചിട്ടുണ്ട്. അപ്പോൾ ഡിലാപ്പാണ് ഇനി ചൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ഈ ആഴ്ചയിൽ ഡിലാപ്പിൻ്റെ ഭാഗത്തു നിന്നൊരു ചൂസ് ഉണ്ടാവും എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ ഒരാഴ്ച അറിയാൻ പറ്റും ഡിലാപ്പ് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പോൾ എന്തായാലും ഡിലാപ്പിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഡിലാപ്പ് ഒരു നല്ല പ്ലെയറൊക്കെ തന്നെയാണ്, നമ്മൾ അതിനകത്ത് കുറ്റമൊന്നും പറയുന്നില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഇതുപോലൊരു യങ് സ്ട്രൈക്കർ നമ്മുടെ ക്ലബ്ബിലുണ്ട്, അല്ലെങ്കിൽ സ്ട്രൈക്കേഴ്സ് ഉണ്ട്. വേറെ ആരുമല്ല, ഹോയ്ലൻഡാണ്. ഹോയ്ലൻഡും ഡിലാപ്പും നമ്മളിപ്പോൾ രണ്ടുപേരുടെയും പ്ലെയർ പ്രൊഫൈൽ അല്ലെങ്കിൽ ഒരു സ്കൗട്ടിംഗ് റിപ്പോർട്ടൊക്കെ വായിച്ചു കഴിഞ്ഞാൽ വലിയ മാറ്റമൊന്നുമില്ല. രണ്ടുപേരുടെയും പ്ലേയിങ് സ്റ്റൈലും അതുപോലെ തന്നെ ബോൾ റിസീവ് ചെയ്യുന്ന കാര്യവും പാസുകളുടെ ഇൻവോൾവ്മെൻറ്റ് ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏറെക്കുറെ സെയിം ആയിട്ടുള്ള പ്ലെയേഴ്സാണ്. പക്ഷേ ഇവരുടെ മെൻറ്റാലിറ്റി അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കലി അല്ലാത്ത കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അളക്കാൻ പറ്റാത്തത്. അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ പറയുന്ന പോലെ ഡിലാപ്പിൻ്റെ ഇൻ്റലിജൻസും അതുപോലെ ആപ്ലിക്കേഷനൊക്കെ മികച്ചതാണോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ സ്ഥിരമായിട്ട് കളി കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഇപ്സ്വിച്ചിൻ്റെ കളിയൊന്നും ഈ പറയുന്ന പോലെ സ്ഥിരമായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിലാപ്പിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ ഒരു വിലയ്ക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു നല്ല സൈനിങ് ആയിരിക്കും. പക്ഷേ ഡിലാപ്പിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഹോയ്ലൻഡ് 2.0 സിറ്റുവേഷൻ ആയിരിക്കും. ഇപ്പോൾ ഡിലാപ്പിനെ കൊണ്ടുവരുന്നത് ഓക്കെയാണ്, പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ ഒരു പ്രൂവൺ ആയിട്ടുള്ള ഒരു പ്ലെയറും വേണ്ടി വരുന്നുള്ള, അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടി ഏജ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫോർവേഡും ടീമിൻ്റെ ഒപ്പം വേണമെന്നുള്ളതാണ്. മറ്റേറ്റ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു 30-35 വയസ്സിനിടയ്ക്ക് ഏതെങ്കിലും പ്ലെയർ ഉണ്ടോ എന്നുള്ള കാര്യം കണ്ടുപിടിക്കുക. ഇപ്പോൾ നമുക്കറിയാം കവാനി ഉണ്ടായിരുന്ന ആ ഒരു സീസൺ, പുള്ളി വന്ന ഒരു സീസൺ നമുക്ക് ആക്ച്വലി ഒരു നല്ല സീസൺ ആയിരുന്നു ലീഗിലേക്കൊക്കെ നോക്കി കഴിയുമ്പോൾ. അതുപോലെ തന്നെ ഓവറോൾ നമ്മുടെ ഗോൾ സ്കോറിംഗ് ഒക്കെ കവാനി കാരണം ഇമ്പ്രൂവ് ആയി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു സീനിയർ പ്ലെയർ ഉണ്ടെങ്കിൽ ആക്ച്വലി അത് വലിയൊരു ഗുണം തന്നെയാണ്. അപ്പോൾ എന്തായാലും മൂവിങ് ഓൺ, മറ്റൊരാളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത് എംബുമേനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇന്നലെ തൊട്ട് എംബുമയായിട്ട് സോളിഡ് ആയിട്ടുള്ള ലിങ്കുകൾ വരുന്നുണ്ട്. യുണൈറ്റഡിന് ആക്ച്വലി താല്പര്യമുള്ള പ്ലെയറാണ്, പ്ലെയറിൻ്റെ ക്യാമ്പുമായിട്ട് ഡിസ്കസ് ചെയ്തു എന്നുള്ള തരത്തിലൊക്കെ വരുന്നുണ്ട്. പക്ഷേ ലിയാം ഡെലാപ്പ് ആണെങ്കിലും എംബുമയുടെ കാര്യത്തിലേക്കൊക്കെ വരുമ്പോഴാണെങ്കിലും അവിടെയൊക്കെ ജേർണലിസ്റ്റുകൾ എടുത്തിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ ഒരു ഫാക്ടറാണെന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ടാണ്. ഇപ്പോൾ ഡെലാപ്പ് ആണെങ്കിൽ ഇപ്സ്വിച്ചിൻ്റെ ഒപ്പം റിലിഗേറ്റ് ആയ പ്ലെയറാണ്. എംബുമ ആണെങ്കിൽ ബ്രെൻഫോർഡിലാണ് കളിക്കുന്നത്. ഇപ്പോൾ ഇവരൊക്കെ സ്ഥിരം ചാമ്പ്യൻസ് ലീഗ് കളിച്ചുകൊണ്ടിരുന്ന പോലെയാണ് ഡിമാൻഡ് വെക്കുന്നത്. ആക്ച്വലി അവരെ ഡിമാൻഡ് വെക്കുന്നതാണോ അതോ ഈ പറയുന്ന പോലെ ജേർണലിസ്റ്റുകൾ ചുമ്മാ എടുത്തിട്ട് ഇങ്ങനെ അലക്കുന്നതാണോ എന്നുള്ള കാര്യം അറിയില്ല. കാരണം ചെൽസിയും ആഴ്സണലൊക്കെ യൂറോപ്യൻ ഫുട്ബോൾ ഇല്ലാത്ത സമയത്ത് ഇതുപോലെ തന്നെ ലോ ടീമുകളുടെ അടുത്ത് പോയി പ്ലെയേഴ്സിനെയൊക്കെ മേടിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ നല്ലൊരു പ്രൊജക്റ്റ് ഇവരുടെ മുമ്പിൽ വയ്ക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ മാനേജർ ഇവരോട് സംസാരിച്ച് കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. ഇപ്പോൾ എന്തായാലും എംബുമേന് ഒരു 50 മില്യൺ കിട്ടും. 20 ഗോൾ ഈ സീസണിൽ അടിച്ചൊരു പ്ലെയറാണ്. അതുപോലെ തന്നെ ആളുടെ വേറെ ചില ആട്രിബ്യൂട്ടുകളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴും നല്ലൊരു സോളിഡ് പ്ലെയർ ആയിട്ടാണ് തോന്നുന്നത്. കാരണം എക്സ്പെക്റ്റഡ് അസിസ്റ്റുകളുടെ കാര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പുള്ളിയാണ് നമ്പർ 1 നിൽക്കുന്നത്. അതുപോലെ തന്നെ വർക്ക് റേറ്റിൻ്റെ കാര്യത്തിലേക്ക് എടുത്തു കഴിഞ്ഞാലും അടിപൊളി വർക്ക് റേറ്റ് ഉള്ള പ്ലെയറാണ്. ബ്രൂണോ ഗുമേറസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രീമിയർ ലീഗിൽ ഓടിയിട്ടുള്ള പ്ലെയർ, റണ്ണിങ് സ്റ്റാറ്റ്സിൽ നിൽക്കുന്ന ആളും ഇയാൾ തന്നെയാണ്. കണ്ടു കഴിഞ്ഞാൽ 10-30 വയസ്സ് തോന്നും, പക്ഷേ 25 വയസ്സേ ഉള്ളൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് 5-7 അടുത്താണ് പൊക്കമുള്ളൂ. ശരിക്കും നല്ല പൊക്കമുള്ളൊരു പ്ലെയറിനെ പോലെ തോന്നും. കാരണം ആളുടെ ഹൈലൈറ്റ്സ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അത്യാവശ്യം ഹൈറ്റുള്ളൊരു പ്ലെയറിനെ പോലെ തോന്നും. പക്ഷെ നല്ല ബിൽറ്റാണ്, എന്താ പറയുക, നല്ല സ്ട്രെങ്ത് ഒക്കെ ഉള്ള പ്ലെയറാണ്. നമുക്ക് അങ്ങനത്തെയുള്ള ഫിസിക്കലായിട്ടുള്ള പ്ലെയേഴ്സിനാണ് ആവശ്യം. പക്ഷേ ഹൈറ്റ് ഈ പറയുന്ന പോലെ 5-7 ഉള്ളൂ.
അപ്പോൾ കുണ്യ, എംബുഎമ്മോ അതുപോലെ ഒരു സ്ട്രൈക്കർ, ഇങ്ങനെ ഒരു ഫ്രണ്ട് ത്രീ ആയിരിക്കും മിക്കവാറും നമ്മൾ അടുത്ത സീസണിലേക്ക് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ എംബുഎമ്മനെ സൈൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അതുപോലെ മൂവിങ് ഓൺ, മറ്റൊരു കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത് പറ്റിയേഴ്സ് പറഞ്ഞൊരു കാര്യമാണ്. നമ്മുടെ മിഡ്ഫീൽഡ് ടാർഗറ്റായിട്ട് സീരിയസ്ലി കൺസിഡർ ചെയ്യുന്ന പ്ലേയേഴ്സിൻ്റെ കാര്യമാണ് അവർ പറയുന്നത്. അപ്പോൾ അതിനകത്തൊന്ന് എഡേഴ്സിൻ്റെ കാര്യം പറയുന്നുണ്ട്, നേരത്തെ തൊട്ട് ലിങ്കുള്ള ഒരു പ്ലെയറാണ്. അതുപോലെ തന്നെ ആഡം വാർട്ടൺ, അതുപോലെ തന്നെ ആൻഡോൺ സ്റ്റാഷ് എന്നാണ് തോന്നുന്നു പുള്ളിക്കാരൻ്റെ പേര് പറയുന്നത്. ഹൊഫൻഹൈമിൻ്റെ പ്ലെയറാണ്, ബുണ്ടസ് ലീഗയിലുള്ള ജർമ്മൻ താരമാണ്, ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ്. അപ്പോൾ അതിനകത്ത് എഡേഴ്സനാണ് നമ്പർ 1 ടാർഗറ്റ്. നമ്മളൊരു ഫിസിക്കലും അതുപോലെ തന്നെ ആ ഒരു പ്രൊഫൈൽ നമുക്ക് തീർച്ചയായും അമോറിമിൻ്റെ സിസ്റ്റത്തിലേക്ക് വന്ന് കഴിയുമ്പോൾ മിഡ്ഫീൽഡിലുള്ളവർ നന്നായിട്ട് കോമ്പാറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന പ്ലെയേഴ്സ് ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ലൈനിലേക്ക് ഒരു പ്ലെയറിനെ നോക്കുന്നുണ്ട് എന്നുള്ള തരത്തിൽ പറയുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും വിങ് ബാക്ക് ഏരിയയിലേക്കൊന്നും നമ്മളൊന്നും തന്നെ നോക്കുന്നില്ല. അത് മിക്കവാറും അടുത്ത വിൻഡോയിലേക്കൊക്കെ ആയിരിക്കും ഇയാളിവിടെ ഉണ്ടെങ്കിൽ. അപ്പോൾ അതുപോലെ തന്നെ ഗോൾ കീപ്പർമാരുടെ കാര്യത്തിലേക്ക് വരുമ്പോഴാണെങ്കിലും വാന്യ, മിലങ്കോവിച്ച് സാവിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞ കേസായിരുന്നു. വാന്യയും അതുപോലെ തന്നെ ബെൽജിയത്തിൽ ആൻഡ്വാർപ്പിൻ്റെ ലാമെൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് ഗോൾ കീപ്പിങ്ങിലേക്കും നോക്കുന്ന കാര്യം. എന്തായാലും ഇൻകമിങ്സിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോരാ, ഔട്ട് ഗോയിങ്സിൻ്റെ കാര്യവും നോക്കണം. ഇപ്പോൾ ഇന്നലത്തെ റിപ്പോർട്ട് വന്നിരുന്നു, ഏതാണ്ട് ഒരു 20 പ്ലെയേഴ്സിൻ്റെ അടുത്തേക്കാണ് നമ്മുടെ ഫസ്റ്റ് ടീമിനെ ചുരുക്കാനായിട്ടാണ് ഗ്ലേസേഴ്സ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് റിപ്പോർട്ട് വന്നിരുന്നു. ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറേ പേരൊക്കെ പോവും. അത് ആരൊക്കെ എവിടെയൊക്കെ പോകും എന്നുള്ളതാണ് അറിയാൻ പാടില്ലാത്തത്. ഇപ്പോൾ റാഷ്ഫോർഡിനെയും സാൻജോനെയും അതുപോലെ തന്നെ ആൻ്റണി, പിന്നെ ഹോയ്ലൻഡ്, ഇവരെയൊക്കെ വിറ്റതിന് ശേഷം ആദ്യമേ പറഞ്ഞുള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവരിക. ഇവന്മാരെ വിറ്റാൽ തന്നെ ഒരു 100-150 മില്യൺ റേസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കേണ്ടത്. മാത്രമല്ല ഗാർനാച്ചോനെയും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഇവന്മാരെയൊക്കെ തൂക്കി വിറ്റ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് റീഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവന്മാരെ ലക്ഷ്യം വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഇവന്മാരെ റീഇൻവെസ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബ്രൂണോയുടെ കാര്യം മെൻഷൻ ചെയ്യണം. കാരണം ബ്രൂണോയ്ക്ക് 100 മില്യൻ്റെ ഒരു ഓഫർ ഓൾറെഡി ഓൺ ടേബിൾ ഉണ്ട്. ഇപ്പോൾ പുള്ളി ഡിസിഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ മാനേജറിന് പുള്ളിക്കാരനെ വിടണമെന്ന് താല്പര്യമില്ല. അതുപോലെ തന്നെ ബ്രൂണോയ്ക്ക് ആണെങ്കിലും പുള്ളിയുടെ മൈൻഡ് അവിടെ നിൽക്കണം എന്നാണ് തോന്നുന്നു. കാരണം കഴിഞ്ഞ ദിവസത്തെ കളിയിൽ പെനാൽറ്റി എടുത്തത് എറിക്സൺ ആയിരുന്നു. ഒരു പക്ഷേ ബ്രൂണോയുടെ ലാസ്റ്റ് ഗെയിം ആണെങ്കിൽ ബ്രൂണോ തന്നെ എടുത്തേനെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ബ്രൂണോയുടെ മൈൻഡ് ഇവിടെ നിൽക്കണം എന്നാണ്. പക്ഷേ ക്ലബ്ബ് ആണെങ്കിലും ബ്രൂണോ ആണെങ്കിലും അത് കൺസിഡർ ചെയ്യുന്നു എന്നുള്ള തരത്തിലൊക്കെ റിപ്പോർട്ട് വരുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ 100 മില്യൺ എടുത്തിട്ട് ബ്രൂണോനെ വിൽക്കുക എന്നുള്ളതാണ്. ഇപ്പം എനിക്കറിയാം ഇവിടെ ബ്രൂണോനെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഒരു ഫാൻ ഫേവറേറ്റാണ് ബ്രൂണോ. ബ്രൂണോ അറ്റ് ടൈംസ് ഈ സീസണിലാണെങ്കിലും പലപ്പോഴാണെങ്കിലും നമുക്ക് വളരെയധികം ഉപകാരം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓവറോൾ ബ്രൂണോയുടെ കാര്യത്തിലേക്ക് നോക്കിക്കഴിയുമ്പോൾ പുള്ളി നൈസ് ക്യാരക്ടറാണ്, ക്ലബിന് വേണ്ടി മരിച്ചു കളിക്കുന്ന ഒരു പ്ലെയറാണ്, ഒരു മെൻറ്റാലിറ്റി ഉണ്ട്, അതെല്ലാം സംഭവമൊക്കെ ശരിയാണ്. പക്ഷേ നമ്മുടെ ഏറ്റവും മോശം പീരീഡും ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ അറൈവലും ഒരു കോയിൻസിഡൻസ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കമൻറ്റ് ബ്രൂണോനെ പറ്റി ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ വായിക്കാം. Bruno Fernandes has a way of making midfield partners look worse. At PSG, Vitinha and João Neves dominate Europe, yet with Portugal they struggle next to him. Same at United. McTominay, Casemiro, Eriksen and even Mainu get exposed covering for Bruno's lost balls. Lack of simple link-up play and erratic positioning. It's no different from Pogba, world class for France, key to their World Cup win but scapegoated at United once forced into Bruno's chaos. PSG's midfield thrives without Bruno. Portugal and United suffer with Bruno. That's Bruno effect. Flashy stats, broken systems. I think it makes a lot of sense. എനിക്ക് നേരത്തെ തൊട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇങ്ങനെ പറയുന്ന പോലെ ഫാൻ ഫേവറേറ്റ് ആണ്. അതുപോലെ തന്നെ ചില സമയത്ത് പുള്ളിക്കാരനെ നമ്മൾ ഇഷ്ടപ്പെട്ടു പോകും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ബ്രൂണോ. ബട്ട് റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു ഫാക്ടർ ഉണ്ട് ബ്രൂണോയുടെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ 100 മില്യൺ കിട്ടിക്കഴിഞ്ഞാൽ 31 വയസ്സായി ബ്രൂണോനെ മറച്ചു വയ്ക്കുക. അതിനുശേഷം നമ്മുടെ ഓണേഴ്സിൻ്റെ കാര്യം ആയതുകൊണ്ട് അവന്മാരത് റീഇൻവെസ്റ്റ് ചെയ്യില്ല. ബുദ്ധിപരമായിട്ട് റീഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാനാണെങ്കിൽ മാനേജ്മെൻറ്റിലിരിക്കണമെങ്കിൽ ചെയ്യുന്നൊരു കാര്യം. സോ ഗൈസ്, എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റ് ആയിട്ടിടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.